നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സേജ് ഇവിടെ നിന്ന് പോയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന് മെസ്സേജ് പോയിരുന്നു. ഈ മെസ്സേജ് പോയപ്പോൾ മുതൽ ഇവിടെ UDFകാർ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവിടെ സംസ്ഥാനത്ത് ഡേറ്റ ചോർച്ച വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥരുടെ ഡേറ്റ അല്ലെങ്കിൽ അവരുടെ ഡേറ്റാ ബേസുകളിൽ നിന്ന് അവരുടെ പേഴ്സണൽ ഡേറ്റാസ് എടുക്കുന്നു, അവർക്ക് മെസ്സേജ് അയക്കുന്നു, ഇത് ഹൈക്കോടതിയിലെത്തി. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി അതിനെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയും അതോടൊപ്പം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന ഒരു നേതാവിൻ്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. എന്നും LDFന് രമേശ് ചെന്നിത്തലയോട് ആ ഒരു നന്ദി ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുന്നു. അങ്ങനെ വന്ന ഒരു സാഹചര്യം നമുക്ക് അറിയാം, വളരെ കൃത്യമായി അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ ചോർച്ച അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുതിയൊരു തന്ത്രവുമായി UDFകാർ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് അത് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ രസകരമായി അറിയാം. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന പേരിൽ അവരുടെ ഒരു കള്ളനാണയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 25 ലക്ഷം രൂപ ഒരാൾക്ക് ഓരോ വ്യക്തിക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാകണമെങ്കിൽ UDF എന്ന് പറയുന്ന സർക്കാർ അല്ലെങ്കിൽ UDF നയിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ കേരളത്തിൽ അധികാരത്തിലെത്തണം. അധികാരത്തിലെത്തിയതിനു ശേഷം മാത്രമേ അവർക്ക് ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെട്ട ഈ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ആളുകളിൽ നിന്ന് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ ഈ UDF എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലൂടെ ഒരുപക്ഷെ കനകോല് ഉപദേശിച്ചു കൊടുത്തൊരു തന്ത്രമായിരിക്കാം. ഇതിനിടയിലൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി വീടുകളിലേക്ക് ചെല്ലുക. വീടുകളിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ഒരു വീടുകളെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും എല്ലാം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഓരോ വീടുകളിലും താമസിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം ഈ ആരോഗ്യ ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യിക്കാൻ എന്നുള്ള പേരിൽ ഒരു ഫോം ഒപ്പിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു അതോറിറ്റി ആണോ ഈ പറയുന്ന UDF? നിലവിൽ അല്ല. അവരുടെ കയ്യിൽ അങ്ങനെയൊരു ആരോഗ്യ ഇൻഷുറൻസ് പ്രോജക്റ്റ് ഇപ്പോൾ നിലവിൽ അവരുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വെറുതെ ഒരു ഫോം കൊണ്ടുവന്ന് ആളുകളുടെ കയ്യിൽ കൊടുക്കുകയും അവരുടെ പേര്, മേൽവിലാസം, അവരുടെ ഫോൺ നമ്പർ തുടങ്ങിയ ഡീറ്റെയിലുകൾ എഴുതി വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ. ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പേഴ്സണൽ ഡേറ്റകൾ അവിടെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കളക്ട് ചെയ്യാൻ UDFന് എന്താണ് അധികാരം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഇവർ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാരല്ല. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? ഈ പറയുന്ന പേഴ്സണൽ ഡേറ്റകൾ ഒപ്പിട്ട് വാങ്ങിക്കുന്ന ഫോൺ നമ്പർ അടക്കമുള്ള ഈ കാര്യങ്ങൾ ഇവർ കൈമാറുന്നത് സ്വകാര്യ ഇൻഷുറൻസ് ഏജന്റുമാർക്ക് അല്ലെങ്കിൽ ഏജൻസികൾക്കാണ്, അല്ലെങ്കിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്കാണ് ഇവർ ഈ ഡേറ്റകൾ കൈമാറുന്നത്. ഇവരുടെ കയ്യിൽ ഒപ്പിട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ ഇൻഷുറൻസ് ആരാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏത് കമ്പനിയാണ് ഈ ഇൻഷുറൻസ് സംസ്ഥാനത്ത് ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഫലം നൽകുന്നത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇതുവരെ ആർക്കും അറിയില്ല. ഇങ്ങനെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് മാത്രം. അവരുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രകടന പത്രികയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നൊരു കാര്യം മാത്രമാണ്. അല്ലാതെ അവർക്കൊരു പ്രകടന പത്രികയ്ക്ക് അപ്പുറത്തേക്ക് അതിനൊരു അടിസ്ഥാനപരമായി ഏതൊരു കമ്പനിയാണ് അത് ഏൽപ്പിച്ചതെന്നില്ല, ഏത് കമ്പനിയാണെന്ന് അങ്ങനെയൊന്നുമില്ല. ഇത് ഏതോ ചില ഇൻഷുറൻസ് കമ്പനികളിലേക്ക് ഈ നാട്ടുകാരിൽ നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കമുള്ള ഡേറ്റകൾ പുറത്തേക്ക് കൊടുക്കുന്നു. അത് ആർക്കാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് UDF തന്നെയാണ്. എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം ഇപ്പം തന്നെ എന്തുകൊണ്ട് ഇതൊരു കള്ളത്തരമായി പുറത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, പല വീടുകളിലെയും പലർക്കും ഈ പറയുന്ന ഇൻഷുറൻസ് ഓഫീസുകളിൽ നിന്നും കമ്പനികളിൽ നിന്നും നിരവധിയായ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം ചില ആപ്പുകളുണ്ട്, നമ്മുടെ അടുത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആപ്പുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ നമ്മളൊരു ഇൻഷുറൻസിൻ്റെ ആപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കയറുമ്പോൾ നമ്മൾ ഡേറ്റ നമ്മുടെ കൊടുക്കുന്നു. ഒരു മൊബൈൽ നമ്പർ നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടാണ്, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് പലപ്പോഴും അതിൻ്റെ സേവനങ്ങൾ, എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമ്മളൊരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കണം,
അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അവർ കൊടുക്കുന്ന ഡേറ്റകളെ നമ്മുടെ ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ അവർ നമുക്ക് തരേണ്ട വിവരങ്ങൾ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മൊബൈൽ നമ്പർ അല്ലേ, കാരണം നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നീട് നമ്മൾ വെറുതെ ഒരു എൻക്വയറിയാണ് നമ്മൾ ആക്ച്വലി തന്നെ നടത്തുക. ചിലപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസോ മറ്റോ ആയിരിക്കും, ഇപ്പോൾ ഓൺലൈനായിട്ട് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നിരന്തരം പിന്നെ നമ്മളെ അവരുടെ ഏതോ ഒരു എക്സിക്യൂട്ടീവ് നമ്മളെ നിരന്തരം ഇപ്പം ഡൽഹിയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഒക്കെ ആസ്ഥാനമായ അവിടെ നിന്ന് നമ്മളെ നിരന്തരം അവരുടെ ഒരു എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു പതിവ് രീതിയാണ്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, വെറുതെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നമ്മൾ പല ആവർത്തി ഇവരെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ഫേസ് ചെയ്യേണ്ടി വരുന്നു. കാരണം എന്താണ്, ഇവർ കളക്ട് ചെയ്യുന്ന ഈ പേപ്പറുകൾ അല്ലെങ്കിൽ ഈ ഫോമുകൾ എല്ലാം ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികളിലേക്ക് എത്തിപ്പെടുന്നു. അവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്ന് ആലോചിക്കുക, 25 ലക്ഷം രൂപയുടെ പ്രീമിയമാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അടയ്ക്കേണ്ട പ്രീമിയം ഏറെക്കുറെ എത്ര ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. സ്വാഭാവികമായും അവർ നിരന്തരം ഇവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇനി ഈ പറയുന്ന ഡേറ്റകൾ എടുക്കുമ്പോൾ ഇതൊരു ഒതൻറ്റിസിറ്റി ഉള്ള ആൾക്കാരൊന്നും അല്ല എടുക്കുന്നത്. ഒന്നുകിൽ നാട്ടിലെ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കറിയാം ഇപ്പം പിന്നെ ഇടതുപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവും പ്രശോഭനെ പോലുള്ള ആളുകളുമൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി. ഇപ്പോൾ ഏത് തരത്തിൽ വന്നു കഴിഞ്ഞാലും സ്ത്രീകളും കുട്ടികളും ഉള്ള ഇടങ്ങളിലേക്ക് ഈ കോൺഗ്രസിലെ യുവ നേതാക്കന്മാരെ അടുപ്പിക്കാൻ പാടില്ല എന്ന ഒരു വലിയ ഒരു പ്രഖ്യാപനം പലപ്പോഴും നടക്കുന്നുണ്ട്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേക്ക് നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. അത് കോൺഗ്രസിനുള്ളിലുള്ള പല നേതാക്കന്മാർക്കും അറിയാം, പല മുതിർന്ന നേതാക്കന്മാർക്കും ഇക്കാര്യങ്ങൾ അറിയാം. ഈ പ്രശോഭ് വത്സനെ പോലെയുള്ള നേതാക്കന്മാർ, ഇപ്പം നമുക്കറിയാം ഒരു പിന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അവരുടെ നാട്ടിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി പാലക്കാടേക്ക് എത്തുന്നു. അങ്ങനെ ഈ പറയുന്ന പ്രശോഭിനെ പരിചയപ്പെടുന്നു. ഒരു കൗൺസിലറാണ്, വാർഡ് കൗൺസിലറാണ്. അയാളെ പരിചയപ്പെടുകയും അയാൾ പിന്നീട് ഈ കുട്ടിയോട് കാട്ടിയ അങ്ങേയറ്റത്തെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്നീട് ചില രഹസ്യ ചിത്രങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇവർക്കെല്ലാം ഈ പറയുന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഇപ്പോൾ VK ശ്രീകണ്ഠൻ അടക്കമുള്ള, ഷാഫി പറമ്പിൽ അടക്കമുള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ഇയാളുടെ ഒരു വലിയ സ്നേഹബന്ധമുണ്ട്. ഈ സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് പലപ്പോഴും ഈ പെൺകുട്ടികളെ അയാൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചിലപ്പോൾ വന്നിരിക്കുന്ന ആദ്യത്തെ കേസായിരിക്കാം. നിരവധി കേസുകൾ ഇനി പ്രശോഭിൻ്റെതായി ഇനി പുറത്തേക്ക് വരാനുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, സ്വാഭാവികം. അങ്ങനെയുള്ള ഒരു പറ്റം കോഴിക്കടകളിലെ അല്ലെങ്കിൽ കോഴിക്കൂട്ടങ്ങളുടെ കയ്യിലേക്കാണ് ഈ നമ്പറെല്ലാം എത്തിപ്പെടുന്നത്. അപ്പോൾ അവരുടെ എല്ലാ ഡേറ്റകളും ഒരു പേപ്പറിനകത്താക്കി ഒരു ഒതൻറ്റിസിറ്റി ഒട്ടുമില്ലാത്ത, യാതൊരു ആധികാരികതയും ഇല്ലാത്ത കുറേ അധികം ആൾക്കാർ ഈ ഡേറ്റ ചോർത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു വലിയ കെണിയിലേക്കാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കനകോലുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു കെണിയാണെന്ന് പറയുന്നത് എന്ന് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു. ഇത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുക? ഇതുമായി ബന്ധപ്പെട്ട് കരാറുകൾ ഉണ്ടാക്കിയിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പർ വർക്കുകൾ നടന്നിട്ടില്ല, എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല, ഒരു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. എന്നിരുന്നിട്ടും എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഈ ആളുകളുടെ ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ നിന്ന്. അപ്പം ഇതൊരു വല്ലാത്ത ചതിയിലേക്കാണ് നമ്മുടെ കേരളത്തിലെ ആളുകളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ആരെങ്കിലും ഈ രീതിയിൽ സമീപിച്ച് ഞങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സമീപിച്ചാൽ തൽക്കാലം അത്തരത്തിലുള്ള ഫോമുകൾ ആരും പൂരിപ്പിച്ച് കൊടുക്കാൻ തയ്യാറാവരുത്. അങ്ങനെ ഒരു യാതൊരു ഒതൻറ്റിസിറ്റിയും ഇല്ലാത്ത ആളുകളായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കിട്ടാനേ പോകുന്നില്ല എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും കെണിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. അപ്പം നമുക്കറിയാമല്ലോ, പ്രശോഭിനെ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.